ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ കുറ്റാലം വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ തെങ്കാശിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ യാത്ര തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 2 മണിയോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്ക് കാണാം. ആ പോകുന്ന വഴിയിലുള്ള പാടങ്ങളിലെല്ലാം കൃഷി ഉണ്ടായിരുന്നു. പരുത്തി, തക്കാളി, സൂര്യകാന്തി അങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. തക്കാളി എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പം നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറ്റാലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറ്റാലത്തെ വിശേഷങ്ങൾ കാണാം. വയലിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം നല്ല ശക്തമായ ചൂടായിരുന്നു. പക്ഷേ എന്നാൽ കാറ്റുമുണ്ട്, എന്നാൽ ചൂടറിയാത്ത പോലെ നമുക്ക് നല്ല കാറ്റുമുണ്ട്. എന്നാലും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇതേ നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കെല്ലാം മതിലിൻ്റെ മുകളിലൊക്കെ ഇഷ്ടം മാതിരി കുരങ്ങന്മാരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഒരു പഞ്ചായത്ത് ടൗണാണ് കുറ്റാലം. കേരളത്തിനോട് ചേർന്ന് പശ്ചിമ മലനിരകൾക്കടുത്തിട്ടാണ് ഈ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. വെള്ളച്ചാട്ടങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ ഗെയ്സ്, നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ 2 സൈഡിലും ഇഷ്ടംമാതിരി കടകളൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 6 മണി ടൈമൊക്കെ ആയി ഇവിടെ എത്തിയപ്പോഴത്തേക്കും. നിരവധി വെള്ളച്ചാട്ടങ്ങൾ, നീർച്ചാട്ടങ്ങൾ, മുക്കിന് റിസോർട്ടുകളും ഉള്ളതുകൊണ്ട് സൗത്ത് ഇന്ത്യയുടെ തന്നെ ഒരു സ്പാ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. കണ്ടോ, എന്ത് മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതും ഈ സന്ധ്യ സമയത്ത് ഇങ്ങനെ നിന്ന് കാണാൻ നല്ല ഒരു വ്യൂ ആയിരുന്നു നമുക്ക് കിട്ടിയത്. ചിറ്റാർ, മണിമുത്താർ, പച്ചയാർ, താമരഫണി തുടങ്ങിയ പുഴകളുടെ ഒരു പ്രഭാവ കേന്ദ്രം കൂടിയാണിത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്താണ് ഇവിടുത്തെ സീസൺ. കുറ്റാലത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത്. ഏകദേശം 60 മീറ്റർ ഉയരമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്. ഇടയ്ക്ക് ഒരു വലിയ കുഴിൽ വന്നു വീണ് അത് ശക്തി കുറയുന്നു. അതുകൊണ്ട് എല്ലാവർക്കും കുളിക്കാൻ പറ്റുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടം കൂടിയാണ് ഇവിടെ. പക്ഷെ ഞങ്ങൾ കുളിക്കാനായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. കാര്യം എപ്പോഴാണ് വെള്ളച്ചാട്ടത്തിൻ്റെ നീരൊഴുക്ക് കൂടുന്നതെന്നൊന്നും അറിയത്തില്ല. അത് കാര്യം എനിക്കത് പേടി കൂടിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നില്ല, പെട്ടെന്നല്ലേ വെള്ളം ശക്തി പ്രാപിക്കുന്നതൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, അടുത്തോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഗെയ്സ്, ഇത് അടിപൊളി ഒരു വ്യൂ ആണ്. നിങ്ങളെല്ലാവരും ഇവിടെ വരണം. അപ്പോൾ ഞങ്ങൾ ടൈം ഓവർ ആയതുകൊണ്ട് തിരിച്ചിറങ്ങണം. അപ്പോൾ ഈ കാണുന്ന സാധനം കണ്ടില്ല, അപ്പോൾ എല്ലാ ഷോപ്പിലും ഇത് വിൽക്കാനായിട്ടിട്ടുണ്ട്. ഒത്തിരി പേര് ഇത് വാങ്ങുന്നുണ്ട്. ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇതിൻ്റെ പേരെന്താണെന്നും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നമുക്ക് എല്ലാവർക്കും ബൈ.